ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാം രക്ഷ മഹാഭാഗോ ശാസ്തേ സ്തുഭ്യം നമോ നമാം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 സമ്പൂർണ്ണ വർഷഫലമാണ്. അത് അനിഴം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. അനിഴം നക്ഷത്രം വൃശ്ചിക രാശിയിൽ പെട്ടവരാണ്. ഇവർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളും ദൈവാധീനവും വിജയങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ പ്രത്യേകം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് വിശകലനം ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. അനിഴം നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു വർഷമാണ് 2025. രാശ്യാധിപനായിരിക്കുന്ന ചൊവ്വ ഇഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുകയും നിവൃത്തിസ്ഥാനത്തിൻ്റെ അധിപനായ ശുക്രൻ്റെ ബലം ഒക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോഴും ബുധനും ഒക്കെ ബലവാനായിട്ട് സഞ്ചരിക്കുന്ന സന്ദർഭങ്ങൾ വന്നു ചേരുവാൻ പോകുന്നു. അങ്ങനെയുള്ള ഈ ഒരു വർഷം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന ഒരു കാലം. ദീർഘനാളുകളായിട്ട് കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ച് ദുഃഖത്തിലും ദുരിതത്തിലും കടങ്ങളിലും രോഗാവസ്ഥകളിലും ഒക്കെ പെട്ടുകിടന്നവർ അതിൽ നിന്നെല്ലാം മുക്തി നേടി ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുകയും തൊഴിലൊക്കെ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ ലഭിക്കുകയും തൊഴിൽ സന്തോഷകരമായി ചെയ്യുവാനും സാമ്പത്തിക മേന്മ വന്നു ചേരുവാനും യോഗമുണ്ട്. നല്ല നല്ല വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ പോലും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ് തീർക്കുന്നതിനും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കേസുകളൊക്കെ ഉള്ളവരായാലും അതൊക്കെ കേസുകളൊക്കെ വിട്ടുപോകുന്നതിനും കടങ്ങളൊക്കെ വീടുന്നതിനും സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാനും പോകും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പലതരത്തിൽ പരാജയപ്പെട്ടു പോയവർ ഈ 2025 അനിഴം നക്ഷത്രക്കാർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ച് വിജയിക്കുവാൻ പറ്റിയ ഒരു വർഷമാണ്. വാഹന സംബന്ധമായിട്ടും വളരെ നല്ലതാണ്. കുടുംബപരമായിട്ട് ഉള്ള ഗൃഹം പുതുക്കി പണിയുന്നതിനും ഒക്കെ യോഗമുണ്ട്. പ്രധാനമായ ഒരു കാര്യം, മാനാപമാനങ്ങളിലോ അവിഖ്യാതികളിലോ ഒക്കെ ചെന്ന് പെട്ടുപോകാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കുക. ഏത് പ്രായക്കാരാണ് എങ്കിലും. വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു അഭിവൃദ്ധികൾ വന്നിച്ചേരും. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. അത് കുടുംബത്തായാലും സമൂഹത്തിലായാലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചില വിഘടനവാദികളോ ശത്രുക്കളോ ഒക്കെ വർദ്ധിച്ച് വന്ന് അത് നമുക്ക് ദോഷമായിട്ട് വരാതിരിക്കുവാൻ സംസാരം കൊണ്ടൊക്കെ എല്ലാവരെയും കൂടെ നിർത്തേണ്ടതാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ പറ്റും. അത് ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും മറ്റ് ഭൂമി വാങ്ങിക്കുന്നതിനോ മറ്റ് പല കാര്യങ്ങൾക്കും സാമ്പത്തികം വേണ്ട രീതിയിൽ വിനിയോഗിച്ച് അഭിവൃദ്ധികളിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും IT മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഡ്രൈവിംഗ് ചെയ്യുന്നവർ മറ്റ് വിഭാഗങ്ങളിലൊക്കെ വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ്. കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ വന്നു ചേരും. കലയുടെ കാരകനായിരിക്കുന്ന ശുക്രന്റെ സ്ഥിതി കൊണ്ടും ബുദ്ധിയുടെ കാരകനായ ബുധന്റെ സ്ഥിതി കൊണ്ടുമൊക്കെ വളരെ നല്ലതാണ്. സമൂഹ മധ്യത്തിൽ വെച്ച് ഒരു അംഗീകാരമൊക്കെ ലഭിക്കുവാൻ, പ്രവർത്തന രംഗത്തിന് അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ മികവിന് ഒരു അംഗീകാരം ഒക്കെ ലഭിക്കുവാൻ ഈ 2025 തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് സാധിക്കും. ഈ അനിഴം നക്ഷത്രക്കാർക്ക് ലഭിക്കുകയും അത് മുഖാന്തരം തൊഴിൽ പ്രമോഷൻ വന്നു ചേരുകയും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും. കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവർക്കായാലും വിജയങ്ങൾ വന്നു ചേരും. അധ്യാപന രംഗത്തും മറ്റ് IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരോ
സർക്കാർ ജീവനക്കാരായാലും മറ്റ് ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ളവരോ ഊഹാപോഹ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർ, ബ്രോക്കറിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നവർ, അവർക്കൊക്കെ വിജയങ്ങൾ വന്നു ചേരും. കൂടാതെ തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയിട്ട് ഉള്ളവർക്കും പൊതുവെ നല്ല ഒരു ലാഭമൊക്കെ വന്നു ചേരുന്നതിനും തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുകയും സമാധാനവും സന്തോഷവും വന്നു ചേരുകയും ചെയ്യുന്ന ഒരു വർഷമാണ്. എല്ലാവർക്കും ഈ 2025 ഭരണി നക്ഷത്രക്കാർക്ക് 2025 അനിഴം നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരുന്നതിന് പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാനെ യഥാശക്തി വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.